Namaste viewers, welcome back to my new video. ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന സ്റ്റോക്ക് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. എക്സാമ്പിൾ ഞാൻ കാണിക്കുന്ന ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ടാണ്, ഇൻട്രാഡേ പെർഫോമൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ ഒരു ഡെമോൺസ്ട്രേഷൻ എടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. അതർവൈസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസിൽ വരണമെങ്കിൽ വരാവുന്നതാണ്. ഇപ്പോൾ ബജാജ് ഫിനാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 6821. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. റെഡ് ഡൗൺ ആയാലും നമുക്ക് സെല്ല് അളവും ഗ്രീൻ അപ്പാര വരുന്ന ബൈജാൽ ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ സോഫ്റ്റ് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈ ബൈ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിൽ ബൈ വന്നിരിക്കുന്ന 6774 12-10 ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നല്ല കയറിയിട്ടുണ്ട്. മാർക്കറ്റ് കയറിയ ശേഷം ഇപ്പം ഒന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺഫോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് സിഗ്നൽ വരുമ്പോൾ എല്ലാ ട്രേഡും എടുക്കേണ്ട ആവശ്യമില്ല. അത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കാം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഈ ആരോസ് വന്നതിന് ശേഷം എടുക്കാവുള്ളൂ. ആരോ വന്ന ശേഷം ബൈ ആണെങ്കിൽ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ സോൺ ആയിരിക്കും. രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഈ കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. സിഗ്നൽ വരുമ്പോൾ അതനുസരിച്ചുള്ള ടാർഗറ്റ് താഴെ ഡിസ്പ്ലേ വരും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തായിരുന്നു. ഇപ്പോൾ റിവേഴ്സ് നിന്ന് ഇപ്പോൾ സെല്ലോട്ട് വന്നു കേട്ടോ. റെഡ് ഡൗൺ ആയ സെല്ലാണ്. അപ്പോൾ അതിൻ്റെ സെല്ലിൻ്റെ ഇത് കണ്ട പ്രൈസ് മേളിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ടാർഗറ്റ് മാറുന്നു. സെല്ലിൻ്റെ ടാർഗറ്റിലോട്ട് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കൺഫേം ആയിരിക്കണം. അതായത് വെറുതെ സിഗ്നൽ വന്നതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കല്. കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം താഴത്തെ ബാറ് റെഡ് ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് സെൽ സോൺ ആയിരിക്കണം. ബൈ ആണെങ്കിൽ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ, സെൽ ആണെങ്കിൽ ആരോ വന്നതിന് ശേഷം താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽ സോണിലായിരിക്കും. അതായത് രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കാൻ ഇല്ല. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ വന്ന ട്രേഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ റിവേഴ്സ് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് സോൺ മാറാത്തത്. അപ്പം നമ്മൾ ഈ കൺഫർമേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലോസ് ഫേക്കുള്ള ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഒരു 80-90% നമുക്ക് ഇതിനകത്ത് ആക്യുറസി റേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇതിൽ ഓപ്ഷൻ എല്ലാ മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഡെമോ എടുക്കാവുന്നതാണ്. താങ്ക് യു.